അപ്പോൾ നമുക്കിത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് തിരുവനന്തപുരം നിവാസികളെ വളരെയധികം ദുരിതത്തിലാഴ്ത്തിയിരിക്കുക. ഏതാണ്ട് 33 വാർഡുകളിൽ പൂർണ്ണമായിട്ട് വെള്ളം ഉണ്ടായിട്ടില്ല. ഭാഗികമായിട്ട് 12 വാർഡുകളെയും ബാധിച്ചിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ കഴിഞ്ഞ 5 ദിവസം തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും ദുരിതം നിറഞ്ഞൊരു സന്ദർഭമാണ്. ഏറ്റവും ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയത് കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല എന്ന് മാത്രമല്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ വളരെ ദുരിതത്തിലാണ് ജനം മുന്നോട്ട് പോയത്. ഇത് സത്യം പറഞ്ഞാൽ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ റെയിൽവേ വാട്ടർ അതോറിറ്റിക്ക് പണം അടച്ചതാണ്. ആ പണം അടച്ചിട്ട് പോലും അവർ എലക്ഷൻ്റെ പേര് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ജനുവരിയിലാണ് വാട്ടർ അതോറിറ്റിക്ക് റെയിൽവേ പണം അടയ്ക്കുന്നത്, ഏതാണ്ട് 12 കോടിയോളം അടച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വാട്ടർ അതോറിറ്റി എലക്ഷൻ്റെ പേര് പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പം കഴിഞ്ഞ ദിവസമാണ് ഇത് വർക്ക് ആരംഭിച്ചത്. പക്ഷേ വർക്ക് ആരംഭിച്ച് ഒരു പ്ലാനിങ്ങും കൂടാതെ ആണ് വർക്ക് മുന്നോട്ട് പോയത്. 2 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ വർക്ക് 5 ദിവസമായിട്ടും പൂർണ്ണമായിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ നമ്മുടെ നഗരത്തിൻ്റെ ഇപ്പോൾ കൊടുങ്ങാനൂർ ഭാഗത്തൊക്കെ ഞാനിപ്പോൾ ആ ഭാഗത്ത് പോയിരുന്നു. അവിടെയൊക്കെ കാണാൻ കഴിഞ്ഞത് ആളുകൾ ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ് വെള്ളത്തിന് വേണ്ടി. അപ്പോൾ വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ തികച്ചും മലഭാവം കാണിച്ചു. അതിനു പുറമെ കോർപ്പറേഷനും ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി. ഇപ്പോൾ എന്തിനധികം പറയുന്നു, സമരക്കാർക്ക് നേരെ വെള്ളം ചീറ്റാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇന്നലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരത്തിന് നേരെ വെള്ളം പ്രയോഗിച്ചെങ്കിലും ഒരു റൗണ്ട് കഴിഞ്ഞ് വീണ്ടും സമരക്കാർ വന്നപ്പോൾ രണ്ടാമത് ചീറ്റാൻ വെള്ളം ഉണ്ടായില്ല. ഇപ്പോൾ പോലീസിനും പ്രയാസമാണ്, നാട്ടുകാർക്കും പ്രയാസമാണ്. ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. പക്ഷെ ഇന്നലെ ഞാൻ പത്രത്തിൽ കണ്ടത്, ടി വിയിൽ കണ്ടത്, ഇത് ഇത്രയും 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ റോഷി അഗസ്റ്റിനെ അനുമോദിച്ചു എന്നൊരു വാക്കുണ്ട്. അനുമോദിച്ച വാക്കിൻ്റെ അടിയിൽ പ്രശാന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമതയില്ലായ്മയാണ് ഈ കുഴപ്പങ്ങളുടെ കാരണം. ഇപ്പോൾ ഭരണകക്ഷി MLA വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ വിമർശിക്കുന്നു, വകുപ്പ് മന്ത്രി ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കുന്നു. ഏതായാലും ഈയൊരു സംഭവം തിരുവനന്തപുരത്ത് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീൻ പോലും അടച്ചുപൂട്ടി. അപ്പോൾ ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തി കാണിച്ച ഉദ്യോഗസ്ഥന്മാരാരാണോ അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതാണ്. വാട്ടർ അതോറിറ്റിനെ നഗരസഭയും വിമർശിക്കുന്നുണ്ട്, ഭരണകക്ഷി MLA വിമർശിക്കുന്നുണ്ട്. പക്ഷെ മന്ത്രി ഇന്നലെ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ജനങ്ങളാണ് പ്രയാസം. അങ്ങനെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ദുരിതത്തിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ചു. നഗരസഭയും വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല, വെള്ളം എല്ലാ സ്ഥലത്തും എത്തിക്കാൻ കഴിഞ്ഞില്ല. അത് എത്തിക്കണ്ടേ?